രാഹുൽ ഗാന്ധി 100 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. മുസ്ലിം ലീഗ് 100, കർണാടക സർക്കാർ 100, നാഷണൽ സർവീസ് സ്കീം 150, KCBC 100 വീടും 9500 രൂപയും, KNM 50 വീടും, മലങ്കര സുറിയാനിക് സഭയും 50 വീടുകളും നിർമ്മിച്ചു നൽകും. യൂത്ത് കോൺഗ്രസ് 30, DYFI 25, എറണാകുളം മഹല്ല് കൂട്ടായ്മ 20 എന്നിങ്ങനെ അവരും വീടുകൾ നിർമ്മിച്ചു നൽകും. ബോബി ചമ്മണൂർ വീടുകൾ നിർമ്മിക്കാൻ 100 കുടുംബങ്ങൾക്ക് ഭൂമിയാണ് നൽകുന്നത്. റിപ്പോർട്ടർ TV 150 ഏക്കറിൽ ടൗൺഷിപ്പാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗോകുലൻ ഗോപാലനും 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ചാനൽ 24 കണക്ട് ആപ്പ് വഴി തുക സമാഹരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ സംഘടനകൾ, സ്കൂളുകൾ തുടങ്ങിയവ 1ഉം 2ഉം വീടുകളൊക്കെ ഇതിനു പുറമെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഉരുൾ ദുരന്തത്തിൽ അകപ്പെട്ടവർക്കുള്ള വിവിധ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും ഒക്കെ സഹായമാണിത്. ഇനി ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ആദ്യം മുസ്ലിം ലീഗ് 100 വീടാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉരുൾപൊട്ടലിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് മുസ്ലിം ലീഗ് 100 വീടുകൾ നിർമ്മിച്ചു നൽകും. സമഗ്ര പുനരധിവാസ പദ്ധതിയും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർപ്പിട, ആരോഗ്യ, തൊഴിൽ, വിദ്യാഭ്യാസ മേഖലകളെയെല്ലാം സ്പർശിക്കുന്ന സമഗ്ര പദ്ധതി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പ്രഖ്യാപിച്ചിട്ട്. വീടുകൾക്കൊപ്പം ദുരിതബാധിതർക്ക് ജോലി, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പുനരധിവാസം ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് മുസ്ലിം ലീഗ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സമഗ്ര പദ്ധതി. രാഹുൽ ഗാന്ധി 100 വീട്. ദുരന്തം സംഭവിച്ചതിന് ശേഷം ആദ്യം വീടുകൾ പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധി MP ആണ്. ഈ വീടുകൾ കോൺഗ്രസ് ആണ് നിർമ്മിച്ചു നൽകുക. സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി മുൻകൈയെടുത്ത് 100 വീടുകൾ ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് മറ്റിടങ്ങളിൽ നിന്നെല്ലാം സുമനസ്സുകൾ രംഗത്ത് വന്നതെന്നത് ശ്രദ്ധേയമാണ്. ഇനി കർണാടക. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കർണാടക സർക്കാർ 100 വീടുകൾ നിർമ്മിച്ചു നൽകും എന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുമെന്ന പ്രഖ്യാപനം സിദ്ധരാമയ്യ നടത്തിയത് ഏറെ പ്രശംസയ്ക്ക് പാത്രമായി. ഇത് ഏത് രീതിയിലാണ് നടപ്പിലാക്കുക എന്നതിന് ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. നാഷണൽ സർവീസ് സ്കീം 150 വീടുകളാണ് അവർ നിർമ്മിച്ചു നൽകുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവിന്റെ നിർദ്ദേശപ്രകാരം സ്റ്റേറ്റ് NSS ഓഫീസർ ഡോക്ടർ അൻസാറിന്റെ നേതൃത്വത്തിലാണ് 150 വീടുകൾ നിർമ്മിച്ചു നൽകുവാനുള്ള പദ്ധതികൾക്ക് പ്രഖ്യാപനമുണ്ടായത്. ഹയർ സെക്കൻഡറി, VHSC, ടെക്നിക്കൽ സ്കൂൾ, യൂണിവേഴ്സിറ്റികൾ എന്നിവിടങ്ങളിലെ യൂണിറ്റുകളാണ് വീട് നിർമ്മാണത്തിനുള്ള തുക കണ്ടെത്തുക. ഹയർ സെക്കൻഡറി ഒരു യൂണിറ്റിൽ നിന്ന് 20,000 രൂപ തോതിൽ സ്വരൂപിച്ച് 25 വീടുകളാണ് നിർമ്മിക്കുക. ഇതേ രീതിയിലാണ് മറ്റു വകുപ്പുകളും വീടുകൾ നിർമ്മിക്കുക. ഇനി KCBC 100 വീടുകളാണ് KCBC പുനരധിവാസത്തിനായി നിർമ്മിച്ച് നൽകുക. സർക്കാർ ലഭ്യമാക്കുന്ന സ്ഥലത്തോ, സഭ സംഭാവന ചെയ്യുന്ന സ്ഥലത്തോ, വ്യക്തികൾ സ്വയം കണ്ടെത്തുന്ന സ്ഥലത്തോ ആണ് വീടുകൾ നിർമ്മിച്ചു നൽകുക. മറ്റു ജില്ലകളിൽ വന്ന് താമസിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള സൗകര്യവും സഭ ചെയ്തു കൊടുക്കും. സർക്കാരിന്റെ അനുവാദം ലഭിക്കുന്ന മുറക്ക് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കും. പുനരധിവസിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, തൊഴിൽ സംരംഭങ്ങൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, മാനസിക പിന്തുണ, ഒറ്റപ്പെട്ട വ്യക്തികളെയും കുട്ടികളെയും സംരക്ഷിക്കുക എന്നിവയാണ് KCBC ഏറ്റെടുത്ത മറ്റു പദ്ധതികൾ. ദുരന്തത്തിൽ വീടും വരുമാന മാർഗവും നഷ്ടപ്പെട്ട ജില്ലയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും 9500 രൂപ വീതം അടിയന്തര സാമ്പത്തിക സഹായവും സഭ നൽകുന്നുണ്ട്. KNM 50 വീടുകളാണ് KNM സംസ്ഥാന സമിതി നിർമ്മിച്ചു നൽകുക. 100 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കും. താൽക്കാലിക താമസ സൗകര്യം ഒരുക്കി കൊടുക്കും. 50 പേർക്ക് സ്വയം തൊഴിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഹായം നൽകും. കടകളുടെ നവീകരണം, തൊഴിൽ ഉപകരണങ്ങൾ, ജീവിതമാർഗം കണ്ടെത്തുവാനുള്ള സഹായം എന്നിവയാണ് പദ്ധതി. 50 കുടിവെള്ള പദ്ധതികളും ഇവിടെ നടപ്പിലാക്കും. 100 കുടുംബങ്ങളുടെ ഒരു വർഷത്തെ ഭക്ഷ്യവസ്തുക്കളുടെ ചിലവും വഹിക്കും. 50 കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായം നൽകും. പ്രദേശത്തെ 25 പെൺകുട്ടികളെ KNM സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഹായം നൽകും. ഡയാലിസിസ്, കിഡ്നി മാറ്റിവെക്കൽ, മാറാരോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ എന്നിവർക്ക് ചികിത്സാ സഹായവും നൽകും. വീടുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. മലങ്കര സുറിയാനിക് സഭ ഇവർ 50 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനിക് സഭയാണ് 50 വീടുകൾ നിർമ്മിച്ചു നൽകുക. സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതികളുമായി സഹകരിച്ചാണ് വീടുകൾ നിർമ്മിച്ചു നൽകുക. വീട് നിർമ്മിക്കാൻ സന്നദ്ധത അറിയിച്ചുള്ള കത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ കൈമാറിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് 30 വീടുകളാണ് നിർമ്മിച്ചു നൽകുക. ഇത് സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റിയാണ് പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാനത്തെ വിവിധ യൂണിറ്റ് കമ്മിറ്റികളിൽ നിന്ന് തുക സമാഹരിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക.
നിർമ്മാണ ചെലവിലേക്ക് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വിഹിതം മേപ്പാടി മണ്ഡലം കമ്മിറ്റിയാണ് നൽകിയത്. 25,000 രൂപ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് അവർ കൈമാറിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ 25-ലധികം വീടുകളാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സർക്കാർ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും വീട് നിർമ്മാണം. പ്രവർത്തകരുടെ അധ്വാന ഫലമായി ലഭിക്കുന്ന തുകയാണ് ഇതിന് വിനിയോഗിക്കുക. പാഴ്വസ്തു ശേഖരിച്ചും തട്ടുകട നടത്തിയും മീൻ വിറ്റും മറ്റു തൊഴിലാളികളുടെയും ഇതിനായുള്ള പണം കണ്ടെത്തുവാനുള്ള ശ്രമങ്ങളിലാണ് ഡിവൈഎഫ്ഐ. ബോബി ചെമ്മണൂർ 100 കുടുംബങ്ങൾക്ക് ഭൂമി നൽകും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദുരന്തം തീർത്തവർക്ക് ബോച്ചയുടെ വക 100 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഭൂമിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മേപ്പാടി മുണ്ടക്കൈ റോഡിൽ ബോച്ചയുടെ കൈവശമുള്ള ചുളിക്ക ബോച്ചെ 1000 ഏക്കറിൽ നിന്നാണ് ഭൂമി നൽകുക. 1ാം ഘട്ടമെന്ന നിലയിലാണ് ഭൂമി ബോച്ചെ പ്രഖ്യാപിച്ചത്. ഇനി എറണാകുളം മഹല്ല് കൂട്ടായ്മയാണ്. 20 വീടുകളാണ് പ്രകൃതി ദുരന്തം മൂലം ഭവനങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് എറണാകുളം ജില്ലയിലെ മഹല്ല് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൽകുക. ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനുവിന്റെ സഹകരണത്തോടെ കോട്ടത്തറ പഞ്ചായത്തിൽ കണ്ടെത്തിയ 1 ഏക്കർ ഭൂമിയിലാണ് വീടുകൾ നിർമ്മിച്ചു നൽകുക. ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും കഴിഞ്ഞ ദിവസം അവർ നടത്തി. ഇനി റിപ്പോർട്ടർ TV 150 ഏക്കറിൽ ടൗൺഷിപ്പ് നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടർ TVയുടെ മാനേജിംഗ് ഡയറക്ടർമാരായ അഗസ്റ്റിൻ സഹോദരന്മാർ പ്രഖ്യാപിച്ചത്. അത് വലിയ വാർത്തയും പ്രശംസയും പിടിച്ചുപറ്റിയ ഒന്നായി മാറി. 150 ഏക്കറിൽ ടൗൺഷിപ്പ് ഒരുക്കുമെന്നാണ് റിപ്പോർട്ടർ TV ഡയറക്ടർമാരായ അഗസ്റ്റിൻ സഹോദരന്മാർ വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിലേക്ക് പ്രപ്പോസൽ സമർപ്പിക്കുവാനുള്ള ഒരുക്കത്തിലുമാണ് ഇവർ. ഇനി ഗോകുലം ഗോപാലൻ 25 വീടുകളാണ് ഗോകുലൻ ഗോപാലൻ നിർമ്മിച്ചു നൽകുക എന്നാണ് അറിയിച്ചത്. സമഗ്ര പദ്ധതികളുമായി 24 TVയും രംഗത്തുണ്ട്. ദുരന്തത്തിൽ സർവ്വം നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം ഒരുക്കാൻ 24 TV സമഗ്ര പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. 24 കണക്ട് ആപ്പ് വഴി ഇതിനായുള്ള തുക അവർ സമാഹരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം സെപ്റ്റംബർ 1 വയനാട്ടിൽ നടക്കുന്ന ചടങ്ങിൽ ഉണ്ടാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. വിവിധ സ്കൂളുകളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ സംഘടനകളുമൊക്കെ 1ഉം 2ഉം വീടുകൾ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് നൽകുവാനുള്ള സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട്. സുമനസ്സുകളും മുണ്ടക്കൈ ചൂരൽമല നാടുകളുടെ പുനർനിർമ്മാണത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 750ഓളം വീടുകളാണ് മേൽപ്പറഞ്ഞ വ്യക്തികളും സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. നിലവിൽ 600ഓളം വീടുകളാണ് പൂർണ്ണമായും ഭാഗികമായും തകർക്കപ്പെട്ട ലിസ്റ്റിലുള്ളത്. ഈ പ്രഖ്യാപിക്കപ്പെട്ട വീടുകൾ സമയബന്ധിതമായി നടപ്പിലാക്കുകയാണെങ്കിൽ വയനാട് ദുരന്തത്തിലെ ഇരകൾ കൂടുതൽ കാലം കഷ്ടതയിൽ ജീവിക്കേണ്ടി വരില്ല. പുത്തുമല ദുരന്തമുണ്ടായപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് പദ്ധതിയിൽ 54 വീടുകൾ നിർമ്മിച്ചെങ്കിലും ഈ വീടുകളിൽ താമസിക്കുന്നവരുടെ ഇന്നത്തെ അവസ്ഥ ഏറെ കഷ്ടമാണ്. കാരണം എല്ലാം ഒരേ ഡിസൈനിൽ, ഒരേ വലിപ്പത്തിൽ, ഒരേ കളറിൽ ഒക്കെ ഉള്ളത്. മുകളിലേക്ക് ഒരു നില കൂടി എടുക്കണമെങ്കിലോ കൂടുതൽ റൂമുകൾ കൂട്ടിച്ചേർക്കണമെങ്കിലോ പോലും അവർക്ക് സാധ്യമല്ല. എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ അവർക്കും, ഒരു കുടുംബത്തിൽ 11 പേരുണ്ടെങ്കിൽ അവർക്കും ഒരേ വലിപ്പം, ഒരേ നിറം, ഒരേ സൗകര്യം. ഇതെങ്ങനെ ശരിയാകും? ആ കുടുംബത്തിന് തിങ്ങി നിരങ്ങിയല്ലേ കഴിയേണ്ടി വരിക. വീടുകൾ നിർമ്മിച്ചു എന്നതൊഴിച്ചാൽ ഒരു ടൗൺഷിപ്പും അവിടെ നടപ്പിലായിട്ടുമില്ല. വീടും സ്ഥലവും ടൗൺഷിപ്പുമൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടവയിൽ ഉണ്ടായിരുന്നു എന്നതും ഇവിടെ പ്രത്യേകിച്ച് നാം ഓർക്കണം. ഓരോ കുടുംബത്തെയും അവരുടെ അംഗബലം നോക്കി അവർക്കാവശ്യമുള്ള തരത്തിലേക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ് ഇവിടെ വേണ്ടത്. ഇവിടെ വീടുകളും സ്ഥലങ്ങളും ഓഫർ ചെയ്ത വ്യക്തികളെയും സംഘടനകളെയും സ്ഥാപനങ്ങളെയും എല്ലാം ഏകോപിപ്പിച്ച് വ്യക്തമായൊരു പദ്ധതിയോടുകൂടി സമയബന്ധിതമായി കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ സർക്കാരിൻ്റെ ഭാരവും ജനങ്ങളുടെ പുനരധിവാസവും എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും.